ജെനി പറഞ്ഞതല്ലേ അയാൾ മമ്മി ആരുടെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്താറുണ്ടെന്ന്. ഒരു ബ്രൗൺ കാർ അടിച്ചത് ആക്സിഡന്റ്. ആരാണെന്ന് പറയാൻ തെളിവൊന്നുമില്ല. ആരാണെന്ന് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. ജോർജ് പീറ്റർ. ഒന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ കോമാളി വേഷം കെട്ടി നാട് കാക്കാണെന്ന് പറഞ്ഞ് നടക്കുന്നത്? മോൻ പോയി അയാളുടെ കാല് പിടിച്ചിട്ട് പറ വെറുതെ വിടണം. എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നെഞ്ചത്ത് എഴുതി വെച്ചിരിക്കുന്ന അപ്പൻ്റെ പേരിനൊരു ഉറപ്പ് വേണം. എന്തൊക്കെ പറയുന്നോടാ? വയ്യാണ്ടായില്ലേ? പോലീസ് വണ്ടി പോയാ മതി. പെയിൻ കില്ലർ വാങ്ങിച്ചു കഴിച്ചോ. ഇതിലും ഡോസിൽ ഞാൻ എഴുതുന്നുണ്ട്. എനിക്ക് ആരെയും ദ്രോഹിക്കണമെന്നൊന്നുമില്ല. സമാധാനമായിട്ട് ജീവിക്കണം. പക്ഷെ സമാധാനമായിട്ട് ജീവിക്കാൻ സമ്മതിക്കണ്ടേ? എനിക്ക് ആ കുട്ടിയോട് ദേഷ്യമൊന്നുമില്ല. പക്ഷെ കണ്ണടച്ച എൻ്റെ ജെറി വന്ന് എന്നോട് പറയും, അപ്പച്ചാ ഞാൻ ചാടിയതുപോലെ തന്നെ അവളെയും ചാടിക്കണം. എനിക്കെന്താണ് ഡോക്ടർ? ഭ്രാന്ത്. അതെ, അത് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് എനിക്കാണ്. അതുകൊണ്ടാണല്ലോ ഞാൻ ഡോക്ടറെ കാണാൻ വരുന്നത്. ഇങ്ങനെ ആൾക്കാരെ ടോർച്ചർ ചെയ്യുന്നത് ഇല്ലാതാക്കാനുള്ള മരുന്നൊന്നും എൻ്റെ കയ്യിലില്ല. ഡോക്ടർ എന്നെ ഒന്ന് സമാധാനിപ്പിച്ചാൽ മതി. കൗൺസിലിംഗ് ഒരാഴ്ച ആ സമാധാനത്തിലോടും. ജീവിതത്തെ സമാധാനത്തോടെ സംയമനത്തോടെ കാണാൻ ശ്രമിക്കും. നഷ്ടപ്പെട്ടത് തിരിച്ചു തരാൻ ആർക്കും കഴിയില്ല. ഇടയ്ക്ക് ബൈബിളൊക്കെ ഒന്ന് വായിക്കുക, പള്ളിയിലൊക്കെ ഒന്ന് പോ. ബൈബിള് വായിക്കുമ്പോൾ യേശുദേവനെ കുരിശി തറച്ച ജൂത പരീക്ഷകളെ ഓർമ്മ വരും. ഉള്ള സമാധാനം പോവും. തെണ്ടിത്തരമല്ലേ കാണിച്ചത്? ജോർജ്, ദൈവത്തോട് പ്രാർത്ഥിക്കും, മനസ്സമാധാനം കിട്ടും. അവൻ കാണിച്ചൊരു നേർവഴി. ദൈവം ഉണ്ടെന്ന് പറയുമ്പോൾ സാത്താനെ തള്ളാൻ പറ്റില്ലല്ലോ. നമ്മളെ കൊണ്ട് ഓരോന്ന് ചെയ്യിക്കല്ലേ. ഊരിലെ ചോപ്പ് മറത്ത നീയാണോടാ ഊരിലെ പോപ്പിനോട് യുദ്ധത്തിന് വരുന്നേ? കത്തിച്ചത് എൻ്റെ അമ്മയെ കൊന്ന കാറാ. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്. ആ കണക്ക് ഞാൻ തീർത്തോളാം.